ഹലോ ഗായ്സ്, അപ്പൊ ഇത് ഒരുപാട് വലിയ വീഡിയോ അല്ല, ഒരു കുഞ്ഞു വീഡിയോ. കാരണം ആദ്യം ഞങ്ങൾ ഷോർട്സ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇത് വായിച്ചു വരുമ്പോ ഒരു സമയം വായിച്ചു വരുന്ന പറഞ്ഞാൽ എനിക്ക് ഈയിടെ ആയിട്ട് കുറച്ച് കമന്റ് വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് വന്ന കുറച്ച് കമന്റിന്റെ റിപ്ലൈസ് ഒക്കെ ആയിട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയില് Q&A എന്ന് പറഞ്ഞ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതിൽ പോയിട്ട് എന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചെക്ക് പോയി. എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എന്നെ കുറിച്ച് തന്നെ എന്തെങ്കിലും സ്കൂളില് ഇവിടുത്തെയോ അല്ലെങ്കിൽ എന്റെ ഏജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അത് ചോദിച്ചാൽ അത് നാളെ ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും ഈയിടെ ആയിട്ട് ഞാൻ കഴിഞ്ഞ ലോങ് വീഡിയോയിലും പറഞ്ഞില്ലേ, എനിക്ക് കുരുപ്പ് കൂടുന്നുണ്ട്, എനിക്കത് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാനും അമ്മയും ഈ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും കാണിക്കാൻ. പിന്നെ കമന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ കമന്റ് പറയുന്നത് പ്രേമം ടീച്ചേഴ്സ് ലുക്ക് ഇസ് ഗുഡ്. അതായത് നമ്മുടെ മലർ മിസ്സിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എന്റെ കുരുപ്പിനെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം എനിക്കും ആ നടിക്കും തമ്മിൽ യാതൊരു മാച്ചും ഇല്ല. ഞാൻ എന്തോ ചെയ്യാനാ. പക്ഷെ അതൊരു എന്താ പറയാ, ഒരു പോസിറ്റീവ് കമന്റാ, ഒരു ഇതുണ്ട്. അല്ലാതെ എന്നെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ ഒരു ചേട്ടനെ ഇട്ടിരിക്കുന്നത്, അത്ര ഞാൻ പറയും. പിന്നെ ജൂനിയർ മലർ സോ ക്യൂട്ട് പിങ്കു എന്ന് പറഞ്ഞ് അതും ഒരു ചേട്ടന കമന്റ് ഇടുന്നത്. അതും നമ്മുടെ മലർ മിസ്സിന്റെ പ്രേമത്തിലെ ടീച്ചറിനെ തന്നെയാണ്. അപ്പൊ അത് രണ്ടും എനിക്ക് ഇച്ചിരി ഹാപ്പി ആയിട്ടുള്ളതാണ്. പിന്നെ വേറൊരു ചേട്ടൻ കമന്റ് ഇട്ടിട്ടുണ്ട്, യോ ഗ്ലാമർ പോകുന്നു എന്ന്. എന്തോ ചെയ്യാൻ, എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും. എന്റെ ഗ്ലാമറിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കുരുപ്പ് എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിൽ എല്ലാവർക്കും വരുന്നത് തന്നെയാ. അത് ഇപ്പം ഒരു ടീനേജ് ഒക്കെ ആകുമ്പോ എല്ലാവർക്കും വരുന്നതായിരിക്കും. എനിക്കും ചേട്ടനും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ചേട്ടനുണ്ടായിരുന്നോണ്ടാണ് ഞാൻ ഇത്ര കാമായിട്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പോവായിരിക്കും കുറച്ച് കഴിയുമ്പോ, എന്തായാലും ഇതൊക്കെ അങ്ങ് പോവും. ഇങ്ങനെ നമ്മുടെ മലർ മിസ്സിനും ഉണ്ടായിരുന്നല്ലോ. മൈക്കില്ലാത്തതുകൊണ്ട് ഫാൻ ഇടാത്തതുകൊണ്ട് നല്ല ചൂടെടുക്കുന്നുണ്ട്, ഞാൻ വീർത്തൊലിക്കുന്നുണ്ട്. എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? പിന്നെ എല്ലാരും കൂടെ ഇങ്ങനെ കുരിപ്പായല്ലോ, അയ്യോ ഇത് എന്തോ പറ്റി. ഞാൻ പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും ഇപ്പൊ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് പരിചയമുള്ള ആരെങ്കിലും കാണാൻ പോകുമ്പോഴൊക്കെ അയ്യോ എല്ലാരും കൂടെ എന്തോ പറ്റി മോളെ, എന്തോ പറ്റി, മുഖം അങ്ങ് വൃത്തികേടായല്ലോ എന്നൊക്കെ പറയുമ്പോ എനിക്ക് വിഷമമുണ്ട്. പിന്നെ അപ്പൊ ഞാൻ കാണുന്നിടത്തെല്ലാം അത് ഈ പ്രായത്തിന്റെ വരുന്നതാന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് വിഷമം വന്ന് ഞാൻ രാത്രിയാകുമ്പോ ഇരുന്ന് കരയും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് കരച്ചിലാണ്. ഞാൻ ഫുള്ള് പീഡായിട്ട് കരച്ചിലാണ് ഈ കുരുപ്പിന്റെ പേരിൽ. ഞാൻ മാറ്റിയിരിക്കും. പിന്നെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, എന്താ മോളെ കണ്ട ക്രീം എല്ലാം വാരി തേച്ച് മുഖം ഫുള്ള് കുരുപ്പായല്ലോ എന്ന്. കുരുപ്പല്ല, ബബിൾസ് ആയല്ലോ എന്ന്. ഞാൻ ക്രീം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. ഈ കുരുപ്പ് വന്നതിന് ശേഷമാണ് ഞാൻ സെറ്റഫിലിന്റെ ക്ലെൻസറും അതും ഇതൊക്കെ, ക്ലെൻസറും ലോഷനും അത് മാത്രമേ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുള്ളൂ. വേറെ ഞാൻ ഒരു ക്രീമും തേച്ചിട്ടല്ല എനിക്കിത് വന്നത്. ഇത് ഈ പ്രായത്തിന്റെ ആണ്, അത് എനിക്ക് അറിയാൻ വയ്യ. സാധാരണ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു ജനറൽ നോളേജ് ആണ്, ഈ പ്രായത്തിൽ എല്ലാവർക്കും വരുമെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നില്ലേ, നമ്മൾ കൂടുതൽ ഇടുന്ന രക്താന്തനവും പിന്നെ മഞ്ഞളും തൈരും അതൊക്കെ മിക്സ് ചെയ്താണ് ഞാൻ ഇടുന്നത്. അല്ല ഞാൻ വേറെ ക്രീം ഒന്നും തേച്ചിട്ടല്ല എനിക്കിത് വന്നത്. ഈ പ്രായത്തിൽ എല്ലാവർക്കും വരുന്നതാ. പിന്നെ എനിക്കറിയാം. പിന്നെ ഡാൻസിന് പോകുമ്പം അത് മേക്കപ്പ് നമ്മൾ കുറെ നേരം രാവിലെ ഇടുന്ന മേക്കപ്പ് നമ്മൾ വൈകിട്ട് കളിച്ച് അത്രയും നേരം നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ഇതും അതൊക്കെ അതിന്റെ ചിലപ്പോ എനിക്ക് അറിഞ്ഞുകൂടെ എന്താന്ന്. നമ്മളെന്തായാലും നോക്കാം. ഞാൻ മാറ്റിയിരിക്കുന്നു. എനിക്ക് സങ്കടം വരുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പം. പിന്നെ ഫുൾ മേക്കപ്പ് ആണല്ലോ എന്ന്. നമ്മൾ ഇൻസ്റ്റയിൽ റീൽസ് എടുക്കുമ്പോ അത് ഞാൻ മാത്രമല്ല എല്ലാരും. പക്ഷെ എന്റെ എനിക്ക് മേക്കപ്പ് ഇല്ല. എനിക്ക് ആകെപ്പാടുള്ള ഐലൈനർ, മസ്കാര, ലിപ്സ്റ്റിക്ക് ഞാൻ ഉപയോഗിക്കത്തില്ല. മേടിച്ച് വെച്ചിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്. ഞാൻ ലിപ് ബാമും അതിന്റെ കൂടെ വെച്ച് ലിപ് ലൈനറും ഇടുന്നതേ ഉള്ളൂ. അല്ല ഞാൻ ലിപ്സ്റ്റിക്ക് പോലും ഉപയോഗിക്കത്തില്ല. മിക്കവാറും എന്നെ ട്രോളും എല്ലാരും. ഞാൻ അല്ലാതെ വേറെ ഒന്നും മേക്കപ്പ് ആയിട്ട് അങ്ങനെ ഫൗണ്ടേഷൻ അതൊന്നും ഞാൻ ഇട്ടിട്ടല്ല റീൽസ് എടുക്കുന്നത്. ഞാൻ എവിടെയെങ്കിലും പോവാൻ നിൽക്കുമ്പോഴൊക്കെ ആയിരിക്കും. ഞാൻ ഡാൻസിന്റെ കോസ്റ്റ്യൂമിലൊക്കെയാ ചെയ്യുന്നത്. ഡാൻസിന് പോകുമ്പം അറിയാലോ. അപ്പൊ ഡാൻസിനൊന്നും പോകുമ്പോ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടല്ല പോകുന്നത്. പിന്നെ ആയിരിക്കും ഈ ഇൻസ്റ്റയിൽ എഫക്റ്റ് ഇട്ടാ ഞാൻ എടുക്കുന്നത്. ഇപ്പൊ ഈ കുരുപ്പും നിങ്ങളുടെ കമന്റ് കാരണമാണ് ഞാൻ ഇങ്ങനെ ആയി പോയത്. ഈ എഫക്റ്റ് ഞാൻ ഇപ്പൊ ഇടുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടെ എന്റെ കുരുപ്പ് നല്ല ചുമന്നിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ പുറത്ത് നിന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ എഫക്റ്റ് ഇടുമ്പോ നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ടായിരിക്കും പറയുന്നത്. പിന്നെ ഉഴുന്നാട്ടുന്ന ഡാൻസ് കൊള്ളാം എന്ന് അതൊരു ഹിന്ദി പാട്ടോ തമിഴ് പാട്ടോ എങ്ങാണ്ട് എടുത്തപ്പോ ചെയ്ത ഒരു ഡാൻസാ.
അതിന്റെ സ്റ്റെപ്പ് അങ്ങനെയാ, ഞാനായിട്ട് ഇട്ട ഒരു സ്റ്റെപ്പേ അല്ല, അത് അങ്ങനെ. ഇതിപ്പോ ഡാൻസ് കളിച്ചാലും കുഴപ്പമില്ലേ, ഡാൻസ് ഇട്ടില്ല ചോദിക്കും എന്താ മോളെ ഡാൻസ് ഇടാത്തേന്ന്. ഡാൻസ് ഇട്ട് അതിനടുത്ത കമന്റ് എല്ലാം ഇങ്ങനത്തെ അല്ല ചിലവരുണ്ട്. ബാക്കി എല്ലാരും നല്ല സപ്പോർട്ടാ. എനിക്ക് ഈ കുരുപ്പിന്റെ എല്ലാരും ഇല്ല, ചിലവരൊക്കെ നല്ല സപ്പോർട്ടാ. അത് ഈ പ്രായത്തിൽ വരുന്നതാ. ഈ കമന്റ് ഇടുന്നവർക്കാണെങ്കിലും ചിലവർ അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോ എനിക്കൊരു ആശ്വാസം. അപ്പൊ ഇത്ര ഞാൻ കുറച്ച് കമന്റ് എടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു Q&A എന്ന് പറഞ്ഞ്, മറന്നുപോയി. പിന്നെ ഞാൻ ഈ കമന്റ് വായിച്ചതിൽ ഈ ഇട്ടവർക്ക് വിഷമം, ഞാൻ അറിയാൻ പേര് അതുകൊണ്ടാണ് പറയാതിരുന്നത്, വെറുതെ എന്തിനാ. കാരണം അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് അറിഞ്ഞോളൂ, എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ തന്നെയാണ് അവരും, ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ. അതുകൊണ്ടാ ഞാൻ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറയാ, ഞാൻ അങ്ങോട്ട് വീഡിയോ അങ്ങ് നീട്ടി വലിക്കുന്നില്ല. ഞാൻ എന്റെ ആദ്യത്തെ കമന്റ് റിയാക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇനിയും പോയി കമന്റ് ഇടണം. അപ്പൊ ഇനിയും ഞാൻ റിയാക്ഷൻ ആയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ അക്കൗണ്ട് എന്റെ ഇൻസ്റ്റാ പേജിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളപ്പോ ഇൻസ്റ്റയിൽ പോയി, അത് പൃഥ്വിന ഒഫീഷ്യൽ, അതാണ് എന്റെ അക്കൗണ്ട്. അതിൽ പോയിട്ട് ഫോളോ ചെയ്ത് ഈ ഞാൻ ഇട്ടിരിക്കുന്ന സ്റ്റോറിക്ക് നിങ്ങൾ റിപ്ലൈ കൊടുത്താൽ അത് നമ്മൾ അടുത്ത വീഡിയോയില് പേര് വായിക്കണമെങ്കിൽ ഞാൻ വായിക്കാം, അല്ലാത്തത് നമുക്കല്ല ചെയ്യാം. അപ്പൊ എനിക്കിപ്പോ കുറച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങളും പോയി ഇടണം. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ കുറെ മണ്ടത്തരമൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അത് എന്റെ വായ അങ്ങനെ തിരിയത്തില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, അതുകൊണ്ടാട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ വിശേഷം. ബൈ.